ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞു ഫൈനാൻഷ്യൽ റിസോഴ്സസ്. ഈ ഫൈനാൻഷ്യൽ റിസോഴ്സസ് മാത്രം പോരാ, നോൺ ഫൈനാൻഷ്യൽ റിസോഴ്സസും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഓൺടർപ്രൈസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ റിസോഴ്സ് മൊബിലൈസേഷൻ എന്നുള്ള കോൺസെപ്റ്റാണ് നമ്മളിവിടെ പറഞ്ഞത്. നമ്മൾ നേരത്തെ ഒരു തിയറിയിൽ നമ്മളത് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നോൺ ഫൈനാൻഷ്യൽ റിസോഴ്സസ് എന്ന് പറയുന്നതും നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസോഴ്സസ് ആണ്. ക്യാഷ് മാത്രം ഉണ്ടായിക്കൊണ്ട് ബിസിനസ് റൺ ചെയ്യില്ല. ക്യാഷിനൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ആവശ്യമായിട്ടുള്ള മറ്റു കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ചിലപ്പോൾ നല്ല ഫണ്ടിങ് ഉണ്ട്, എന്നാലും ചില ബിസിനസ്സുകൾ തുടക്കം തന്നെ പൊട്ടിപ്പോകും നമ്മൾ കാണാൻ സാധിക്കും. കാരണം അവിടെ നോൺ ഫൈനാൻഷ്യൽ റിസോഴ്സ് നമുക്ക് ആവശ്യമാണ്. അതിൽ ഒന്നാമത്തെ റിസോഴ്സ് ആണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ബിസിനസ്സിൽ ആക്റ്റീവ് അല്ലെങ്കിൽ ഓൺലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സസ് മാത്രമാണ്. ബാക്കിയുള്ള മെഷീനും മണി റോ മെറ്റീരിയൽസ് ഒക്കെ എന്താണ് പാസീവാണ്, അവിടെ അതൊന്നും ആക്റ്റീവ് ആയിട്ടില്ല. അപ്പോൾ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള പീപ്പിൾസിനെ നമുക്ക് കിട്ടുക എന്നുള്ളത് നമ്മുടെ ബിസിനസ്സിൻ്റെ സക്സസിനെ എഫക്റ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. പിന്നെ നമുക്ക് നല്ല മെൻറ്ററിങ് സപ്പോർട്ട്, അത് ഗൈഡൻസ്, ഇപ്പോൾ ടെക്നോളജിക്കൽ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലൊക്കെ നമുക്ക് നല്ല ഗൈഡൻസ് കാര്യങ്ങൾ നമുക്ക് നിർബന്ധമാണ്. അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ഫണ്ടൊക്കെ ഉണ്ടാവും, പക്ഷെ നമുക്ക് പൂട്ടിപ്പോകും. കാരണം നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ആയി നമുക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പോൾ ആ മെൻറ്ററിങ് സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് നോളജ് റിസോഴ്സസ് വേണം, അതായത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്, കോപ്പി റൈറ്റ്. അപ്പോൾ നമുക്ക് നമ്മുടെ പേറ്റന്റ് കാര്യങ്ങളൊക്കെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആയിട്ട് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാര്യം നമുക്ക് നോളജ് റിസോഴ്സ് നിർബന്ധമായിട്ടും വേണം. പിന്നെ റിലേഷൻ റിസോഴ്സ് വേണം, നമ്മുടെ സപ്ലയേഴ്സും കസ്റ്റമേഴ്സും ഒക്കെ ആയിട്ട് നമുക്ക് നല്ല റിലേഷൻഷിപ്പ് വേണം, എങ്കിലേ നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇമോഷണൽ റിസോഴ്സും വേണം, അതായത് നമ്മുടെ ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട്, ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട്, മെൻ്റൽ ഹെൽപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഇത് അതായത് നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഫൈനാൻസ് മാത്രം പോരാ, നോൺ ഫൈനാൻഷ്യൽ റിസോഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ റിസോഴ്സ് മൊബിലൈസേഷനിൽ എന്താണ് അല്ലേ നോൺ ഫൈനാൻഷ്യൽ റിസോഴ്സിൻ്റെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിസോഴ്സ് മൊബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്പ്ലോറിംഗ് ദ റിസോഴ്സ്, പ്രൊക്യൂറിംഗ് ദം അറ്റ് ആൻ അഫോർഡബിൾ കോസ്റ്റ് ആൻഡ് പുട്ടിംഗ് ദം ഇൻ ടു യൂസ് ആൻഡ് എഫിഷ്യൻറ്റ് ആൻഡ് എഫക്റ്റീവ് മാനർ. എഫിഷ്യൻ്റ് ആൻഡ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്, നമുക്ക് കിട്ടിയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സിനെ നമ്മൾ ഉപയോഗിക്കുക, അതും അഫോർഡബിൾ ആയിട്ടുള്ള കോസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, അവരെ എന്ത് ചെയ്യുക, പ്രൊക്യൂർ ചെയ്യുക എന്ന് പറയുന്നതാണ് റിസോഴ്സ് മൊബിലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ റിസോഴ്സ് മൊബിലൈസേഷൻ 3A ആണുള്ളത്. ആഡ്വക്കേറ്റ് റിസോഴ്സ്, അപ്രോപ്രിയേറ്റ് ടൈമിൽ അഫോർഡബിൾ കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് കിട്ടണം. അതാണ് റിസോഴ്സ് മൊബിലൈസേഷൻ എന്ന് പറയുന്നത്. റിസോഴ്സ് മൊബിലൈസേഷൻ ഈക്വൽ 3A's എന്നാ പറയാ. ആഡ്വക്കേറ്റ് ആയിട്ടുള്ള റിസോഴ്സ് അപ്രോപ്രിയേറ്റ് ടൈമിൽ അഫോർഡബിൾ കോസ്റ്റിൽ നമുക്ക് കിട്ടണം. അതാണ് എന്തെന്ന് പറഞ്ഞാൽ റിസോഴ്സ് മൊബിലൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ.